നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്തകളങ്ങ് ആരംഭിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായക ദിവസം തന്നെയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമോ, പാർട്ടി പുറത്താക്കുമോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഉത്തരമേറെക്കുറെ ഇന്ന് കിട്ടിയേക്കും. അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യവും അറിയണം. എന്തായാലും അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. പക്ഷേ രാഹുൽ ഇപ്പോഴും കാണാമറയത്താണല്ലോ. എന്തായാലും വരും മണിക്കൂറുകളൊക്കെ നിർണായകം തന്നെയാണ്. വാർത്തകളൊക്കെ ഒരുപാട് ഉണ്ടാകാനിടയുള്ളൊരു ദിവസം തന്നെയാണെന്ന്. നമുക്ക് വാർത്തകളിലേക്ക് വിശദമായി പോകാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തിരിച്ചടിയുണ്ടായാൽ പുറത്താക്കൽ നടപടിക്ക് കോൺഗ്രസ്. KPCCക്ക് പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുക്കാൻ പോലീസ്. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ജയിലിൽ നിരാഹാര സമരം തുടർന്ന രാഹുൽ. പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന്റെ 4ാം ദിനവും പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. ലേബർ കോഡ്, വായുമലിനീകരണം എന്നീ വിഷയങ്ങൾ ഇന്നും സഭയിൽ ഉന്നയിക്കും. വായുമലിനീകരണം ഉയർത്തി പ്രതിപക്ഷ MP-മാർ ഇന്ന് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിൽ. വൈകിട്ട് പ്രധാനമന്ത്രി ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. ഉച്ചകോടി നാളെ ഹൈദരാബാദ് ഹൌസിൽ. സുഖോയ് യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്ന കരാറുകളിൽ ഇരു രാജ്യങ്ങൾ ഒപ്പുവെക്കും. ശബരിമല സന്നിധാനത്ത് ഇന്ന് കാർത്തിക ദീപക്കാഴ്ച. പുലർച്ചെ മുതൽ വൻ തിരക്ക്. പമ്പ ചാലക്കയത്തിന് സമീപം ശബരിമല തീർത്ഥാടകരുടെ കാറിന് തീപിടിച്ചു. ഹൈദരാബാദ് സ്വദേശികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ശബരിമല സ്വർണ്ണക്കൊളയിൽ A. പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 8-ന്. ചക്കുളത്തുകാവിൽ തൃക്കാർത്തിക പൊങ്കാല ഇന്ന്. 9 മണിയോടെ പണ്ടാരയടുപ്പിൽ അഗ്നി പകരും. വൻ ഭക്തജന തിരക്ക്. ഗതാഗത നിയന്ത്രണം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായക ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വാർത്ത തന്നെയാണ് ആദ്യമായും പ്രധാനപ്പെട്ട വാർത്തയായും വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. രാഹുലിനെതിരായി KPCCക്ക് പരാതി നൽകിയ യുവതിയുടെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘം യുവതിയുടെ മൊഴിയെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരിച്ചടി ഉണ്ടായാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. എന്നാൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടേണ്ട എന്ന ധാരണയായതായാണ് വിവരം. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആതിര, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറെ നിർണായകം തന്നെയാണ്. ജാമ്യ ഹർജി തള്ളുമോ, അറസ്റ്റ് ഉണ്ടാകുമോ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതിനുള്ള ഉത്തരം ഇന്ന് ലഭിക്കും എന്ന് തന്നെ മനസ്സിലാക്കണ്ടേ? ശ്രീജ, തീർച്ചയായും ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഒരു നിർണായകമായ ദിവസമാണ്. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ഇന്നലെ 1.5 മണിക്കൂറോളം നീണ്ട അടച്ചിട്ട മുറിയിലായിരുന്നു വാദങ്ങളൊക്കെ നടന്നത്. 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇന്നൊരു പുതിയ തെളിവ് കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് ആ തെളിവ് കൂടി പരിശോധിച്ചതിന് ശേഷമാകും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി എന്താകുമെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാകുക. ഏകദേശം 11 മണിയോടുകൂടി ഇന്നത്തെ വാദം ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഇന്നും ഈ വാദം തുടരും. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്താണ് വിധി ഉണ്ടാക്കുക എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാകുക. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ഏതായാലും അതേസമയം ഈ രണ്ടാമത്തെ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പരാതി നൽകിയ യുവതിയുടെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഈ യുവതിയുടെ മൊഴി ഉൾപ്പെടെ ശേഖരിക്കാനുള്ള ഒരു നീക്കവും പോലീസ് ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു. ഈ KPCCക്ക് യുവതി പരാതി നൽകുന്നത് സുഹൃത്തിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ്. ഈ KPCC നൽകിയ ഈ പരാതിയിൽ തന്നെ യുവതി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്കാകുമെന്ന കാര്യത്തിൽ ഏതായാലും സംശയമില്ല. നിലവിൽ ഏതായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ചിടത്തോളം അത് നിർണായകമായ ദിവസമാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഏതായാലും വിധി ഉണ്ടാകും. ഈ നിരവധി തെളിവുകളൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരത്തിയത്. ഇത്തരത്തിൽ ഈ യുവതിയുമായി പരസ്പര ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നത് തെളിയിക്കാനായിട്ട്
ഉള്ള തെളിവുകളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമർപ്പിച്ചിരുന്നു. അതുകൂടാതെ തന്നെ യുവതിയുടെ വിവാഹ ഫോട്ടോ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അഭിഭാഷകൻ സമർപ്പിച്ചത്. അതേസമയം യുവതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ചാറ്റുകളും അതുപോലെ തന്നെ ഈ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് യുവതിയുടെ ഭാഗത്തു നിന്നും അഭിഭാഷകനൊക്കെ തന്നെ ഏതായാലും സമർപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തോടുകൂടി ഇന്നത്തെ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ഇന്നത്തെ പുതിയ തെളിവുകൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുക. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധിയും ഇന്നിപ്പോൾ അവസാനിക്കുകയാണല്ലോ. 5 മണിവരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. ഈ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പും നടത്തിയിട്ടുണ്ട്. രാഹുൽ ഇപ്പോഴും നിരാഹാര സമരം തുടരുകയാണല്ലോ അല്ലേ? ശ്രീജ, തീർച്ചയായും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ ഈ സൈബർ അധിക്ഷേപ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലൊക്കെ നടത്തി പിന്നീടാണ് കോടതിയിൽ ജാമ്യാപേക്ഷ തള്ളുകയും റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ നിരാഹാര സമരം അനുഷ്ഠിക്കുമെന്നൊക്കെ അറിയിച്ചിരുന്നു. അതിനെ തുടർന്ന് 2 ദിവസമായിട്ട് ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ആശുപത്രിയിലൊക്കെ വൈദ്യപരിശോധനയ്ക്കായൊക്കെ എത്തിച്ച സമയത്തൊക്കെ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ഷുഗർ ഉൾപ്പെടെ കുറഞ്ഞതിനെ തുടർന്ന് രാഹുൽ ഈശ്വറിനെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ കോടതി രാഹുൽ ഈശ്വറിന്റെ ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. ആ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവെയാണ് 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് കോടതി വിടുന്നത്. ഏതായാലും ഇന്ന് രാഹുൽ ഈശ്വറിന്റെ ആ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇന്നലെയൊക്കെ തന്നെ ഈ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയതിനു ശേഷം ടെക്നോ പാർക്കിൽ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഈ സൈബർ അധിക്ഷേപ പരാതിയിൽ മൊഴി ശേഖരിക്കുകയുണ്ടായി. അത് മാത്രമല്ല കൂടുതൽ തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഈ യുവതിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് കൂടുതൽ തെളിവെടുപ്പിലേക്കൊക്കെ തന്നെ കടക്കേണ്ടതിന്റെ ആവശ്യകത പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകിയത്. പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വിടുന്നതും. നിലവിൽ ഏതായാലും ഇന്നത്തോടുകൂടി കസ്റ്റഡി കാലാവധി അവസാനിക്കും. പക്ഷേ ഇപ്പോഴും രാഹുൽ ഈശ്വർ നിരാഹാര സമരം ഏതായാലും തുടരുകയാണ്. അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് നിരാഹാര സമരം തുടരുന്നത്. ഈ മെൻസ് അസോസിയേഷൻ വേണം അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ വേണം എന്ന ആവശ്യം തന്നെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും ഉയർത്തുന്നത്. പരാതി വ്യാജമാണെന്നും കള്ളപ്പരാതിയാണ് തനിക്കെതിരെ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ നിലവിലും ഉറച്ചു നിൽക്കുന്നത്. ശരി ആതിര, എന്തായാലും രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഇന്ന് നിർണായക ദിവസമാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ വിധി ഉണ്ടാകും. അത് സംബന്ധിച്ച് വരും മണിക്കൂറുകൾ വളരെ നിർണായകം തന്നെയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. നമ്മളിനി നേരെ പോകുന്നത് മറ്റൊരു വിശേഷത്തിലേക്കാണ്. കാരണം ഇന്ത്യയിൽ ഇന്നൊരു പ്രധാനപ്പെട്ട അതിഥി എത്തുന്നുണ്ട്. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഇന്ന് ഇന്ത്യയിലെത്തുന്നത്. വൈകിട്ട് പ്രധാനമന്ത്രിയുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. പുടിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച 5 തലങ്ങളിലുള്ള സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വെരി ഗുഡ് മോർണിംഗ്. സുപ്രധാന ഒരുപാട് കരാറുകളുണ്ട്. ആ ഒരു കരാറിലേക്കൊക്കെ തന്നെയല്ലേ നമ്മൾ ഉറ്റുനോക്കുന്നത് ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ? ഷീജ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായൊരു ചർച്ചയ്ക്കാണ് നാളെ ഡൽഹി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആ ചർച്ചയിൽ ഏതൊക്കെ തരത്തിലുള്ള കരാർ, പ്രത്യേകിച്ച് ഊർജ്ജ മേഖല, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക മേഖലകൾ, പ്രതിരോധ മേഖലകൾ, എല്ലാ മേഖലകളിലും കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ കരാറുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. സുഖോയ് 57 വിമാനങ്ങൾ, ഒപ്പം തന്നെ S-500 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള നിർണായക പ്രതിരോധ സംവിധാനങ്ങൾ സംബന്ധിച്ചുള്ള കരാറുകളായിരിക്കും പ്രധാനമായി ഉണ്ടാവുക. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാര സംവിധാനങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായ കരാറുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പുടിന്റെ വക്താവ് കൂടിയായ ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ചൈനയും റഷ്യയും തമ്മിൽ നിർണായകമായ കരാറുകൾ എല്ലാം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. വലിയ തരത്തിലുള്ള സഖ്യം ആണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ രീതിയിൽ തന്നെ ഇന്ത്യ റഷ്യ കരാറുകൾ ഉണ്ടാകണമെന്ന ഒരു ആഗ്രഹമാണ് തങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് പെസ്കോവ് പറയുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ കരാറിലേക്ക് പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട അത്തരമൊരു കരാറിലേക്ക്, അതായത് റഷ്യ ചൈന ബന്ധം എന്ന നിലയിലേക്ക് തന്നെ ഇന്ത്യയും എത്താനുള്ള സാധ്യതയില്ല. കാരണം അമേരിക്ക ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. റഷ്യ ചൈന ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് അമേരിക്കൻ വിരുദ്ധ നീക്കങ്ങളുടെ ഒരു
ഭാഗമാണ് എന്നുള്ളത് കൂടിയാണ്. ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ തിടുക്കപ്പെട്ടൊരു നീക്കത്തിലേക്ക് ഇന്ത്യ പോകാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ നിലവിൽ 68 ബില്യൺ ഡോളറാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ നടക്കുന്നത്. അത് 100 ബില്യൺ ഡോളറിലേക്ക് എത്തിക്കുക എന്നുള്ളത് 2030 എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകും. നിലവിൽ അമേരിക്കയുമായി 129 ബില്യൺ ഡോളറിന്റെ കരാറും നടപടികളും വ്യാപാര ഇടപാടുകളുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായി രാജ്യത്തിന് നമുക്ക് ഗുണകരമാകുന്ന കരാറുകളാണ് ഉള്ളത്. അതേസമയം റഷ്യയുമായുള്ള കരാറിൽ അങ്ങനെ മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. മാത്രമല്ല അമേരിക്കയെ ഈ ഘട്ടത്തിൽ പിണക്കുന്നത് അത്ര നന്നാവില്ല എന്നുകൂടി ഇന്ത്യ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെയായിരിക്കും ഈ കരാറുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് സുപ്രധാന ചർച്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഉക്രൈൻ വിഷയത്തിന് ശേഷം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഇപ്പോഴുള്ള ഈ സഹകരണം, പ്രത്യേകിച്ച് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളൊക്കെ തന്നെ കുറെ കൂടി മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ ഇറക്കുമതി വർദ്ധിപ്പിക്കണം. ഇങ്ങനെ കുറെ ആവശ്യങ്ങളുണ്ട്. കയറ്റുമതിയിലും ഗണ്യമായ വർധനം ഉണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള നിർണായക ചർച്ചകൾ തന്നെയായിരിക്കും നാളെ ഹൈദരാബാദ് ഹൗസിൽ നടക്കുക. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുക. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നുണ്ട്. രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം ഉണ്ടാകും. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകൾ തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം നാളെ രാവിലെ പ്രധാനമന്ത്രിയുമായി ചർച്ച, ഇരു നേതാക്കളും ഒന്നിച്ച സംയുക്ത പ്രസ്താവന നടത്തും. അതിനുശേഷം വീണ്ടും വലിയ തരത്തിൽ, അതായത് രാഷ്ട്രപതി ഒരുക്കുന്ന വിരുന്നുണ്ടാവും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതീവ സുരക്ഷ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷെ മുമ്പ് ഒരു രാഷ്ട്രത്തലവന്മാരും വന്നതിന് അധികം സുരക്ഷയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന സമയത്ത് പ്രധാനമന്ത്രിക്ക് നേരെ ചില ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അന്ന് പുടിന്റെ വാഹനത്തിലാണ് പ്രധാനമന്ത്രി അവിടെ നിന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് ഇത്തവണയും പുടിന്റെ വാഹനം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വാഹനം ഏകദേശം 14 കോടിയിലധികം രൂപ വരുന്ന അത്യാധുനിക സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന കാറാണ് എത്തിച്ചിട്ടുള്ളത്. അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഒരു വശത്ത്, ഒപ്പം തന്നെ 48ലധികം വരുന്ന റഷ്യയുടെ തന്നെ സ്വതന്ത്ര സുരക്ഷാ സംവിധാനം, സർക്കാരിന്റെ കീഴിൽ വരുന്ന ഏറ്റവും അത്യാധുനിക സുരക്ഷാ സംവിധാനം സേനയുണ്ട്. ആ സേന ഇവിടെ കമാൻഡോ സംഘമാണ്, അവരെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SPG NSC കമാൻഡോയുടെ പ്രത്യേക സുരക്ഷാ സംവിധാനം, ഡൽഹി പോലീസിലെ സ്വാറ്റ് അടങ്ങുന്ന പ്രത്യേക സുരക്ഷാ സംവിധാനം, അതോടൊപ്പം തന്നെ മറ്റ് കമാൻഡോ വിഭാഗങ്ങൾ, ഇവരെല്ലാമാണ് രാജ്യ തലസ്ഥാനത്ത് 5 ലെയറിലുള്ള ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ ഒരുക്കിയിട്ടുള്ള. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാണാത്ത സുരക്ഷാ സംവിധാനം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഴുതടച്ച സുരക്ഷാ സംവിധാനം, ഗതാഗത നിയന്ത്രണം അടക്കം ഹൈദരാബാദ് ഹൗസിന് പരിസരങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ. പ്രശാന്ത്, തീർച്ചയായും സമഗ്രമായ വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്. ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. കാരണം പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് കണ്ടത്. ഇന്നും ഇപ്പോൾ പാർലമെന്റിനകത്തും പുറത്തും അതേ പ്രതിഷേധം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? ഷിജ, തീർച്ചയായും. അതായത് ലേബർ കോഡ് ആദ്യത്തെ പ്രശ്നം SIR ആയിരുന്നുവെങ്കിൽ ഇത്തവണ ആ രീതിയിലല്ല. അതിനപ്പുറത്തേക്ക് SIR ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായ സാഹചര്യത്തിൽ മറ്റ് വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിനകത്ത് പ്രതിഷേധം ഉയർത്തുന്നു. ഒപ്പം തന്നെ പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹിയിലെ വായു മലിനീകരണം തന്നെയാണ്. ആ വിഷയത്തിൽ ഇന്നലെ ഡൽഹി സർക്കാർ അടിയന്തര യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇപ്പോഴും ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും 350-നടുത്താണ് വായു മലിനീകരണ തോത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ 47-ഉം 67-ഉം ഒക്കെയാണ് വായു ഗുണനിലവാരം നിലനിൽക്കുന്നത്. ആ സമയത്താണ് ഡൽഹിയിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എത്രത്തോളം, അതായത് ഡൽഹിയിൽ മാത്രമല്ല അതുള്ളത്, ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ സമാനമായ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോഴും അയൽ സംസ്ഥാനങ്ങളിൽ വയൽ കത്തിക്കുന്നതാണ് ഈ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ആരോപണം, അല്ലെങ്കിൽ അത്തരം മറുപടികൾ തന്നെയാണ് ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇത് കുറയ്ക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അത് ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കടക്കം ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് അങ്ങനെ വരുമ്പോഴും ഈ കുറവുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം അതിശക്തമായി ഈ വിഷയം ഉയർത്തുകയാണ്. പാർലമെന്റ് പുറത്ത് ഈ വിഷയം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെന്റ് അകത്ത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തന്നെയാണ് വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ഗൗരവമുള്ളതാണ്. തൊഴിലാളി സംവിധാനങ്ങളെ, സംഘടനാ സംവിധാനങ്ങളെ അകത്തന്നെ തകർക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നീക്കം. സ്വകാര്യ
സ്വകാര്യവൽക്കരണത്തിന് കൂടുതൽ കരുത്ത് പകരും. അതുകൊണ്ട് തന്നെ ആ നീക്കങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വിഷയങ്ങളുമാണ് പ്രധാനമായും ഉന്നയിക്കുന്ന. മറ്റ് നിരവധി വിഷയങ്ങൾ ഏതായാലും വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, തിടുക്കപ്പെട്ട് ഈ ചർച്ചയിലേക്ക് പോകാത്തത് നിലവിലെ സാഹചര്യത്തിൽ ഈ ചർച്ചകളിലേക്ക് പോയാൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ 13 ബില്ലുകളാണ് ഈ സഭാ സമ്മേളന കാലങ്ങളിൽ പാസ്സാക്കാനുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരം നീക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചർച്ചകളിലേക്ക് പോകില്ല. പകരം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ശബ്ദ വോട്ടോടുകൂടി ബില്ലുകൾ പാസ്സാക്കി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ ഒരു നിലപാടെടുത്ത് പിന്നെ ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇപ്പോൾ BJPയും കേന്ദ്ര സർക്കാരും ഒരു മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിലേക്ക് കേന്ദ്ര സർക്കാർ പോകാനുള്ള സാധ്യതയില്ല. ഏതായാലും വിഷയം ഇരുസഭകളിലും ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീജ, ശരി പ്രശാന്ത്. എന്തായാലും ഡൽഹിയിൽ നിന്നുള്ള രണ്ട് സുപ്രധാന വാർത്തകൾ, അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒന്ന് പുടിന്റെ ഇന്ത്യ സന്ദർശനവും മറ്റൊന്ന് പാർലമെന്റിൽ നിന്നുള്ള വിശേഷങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു KK പ്രശാന്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് കാലാവധി പൂർത്തിയായതോടെയാണ് കേസിലെ 8ാം പ്രതിയായ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടിക്കിട്ടാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ ഇന്ന് പരിഗണിക്കും. അതേസമയം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഡിസംബർ 8ലേക്ക് മാറ്റിയിട്ടുണ്ട്. കേസിലെ 3ാം പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. ഈ രാജ്യത്ത് വിമാന സർവീസ് തടസ്സപ്പെട്ടതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും ഈ വിമാന സർവീസ് തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊരുങ്ങി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ചൊവ്വാഴ്ച, ബുധൻ ദിവസങ്ങളിൽ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിലാണ് അന്വേഷണം നടക്കുക. ഇൻഡിഗോ മാത്രം 150-ലധികം സർവീസുകളാണ് രാജ്യത്താകെ റദ്ദാക്കിയത്. ഡൽഹിയിൽ നിന്ന് മാത്രം 38 സർവീസുകൾ റദ്ദാക്കിയിരുന്നു. നവംബർ മാസത്തിൽ വിമാന കമ്പനികൾ രാജ്യത്താകെ 1200-അധികം സർവീസുകൾ റദ്ദാക്കിയതായാണ് വിലയിരുത്തപ്പെടുന്നത്. ജീവനക്കാരുടെ കുറവും സാങ്കേതിക പ്രശ്നങ്ങളുമാണ് വിമാനം റദ്ദാക്കാൻ കാരണമെന്നാണ് പ്രാഥമിക വിശദീകരണം. കോട്ടയം കോടിമത നാലുവരിപ്പാതയിൽ നിയന്ത്രണം നഷ്ടമായ ലോറി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലും ബൈക്കിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. കോട്ടയം സ്വദേശികളായ അനൂപ്, റെനി, രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 2:30 അപകടം. കോട്ടയത്ത് നിന്നും ചിങ്ങവനം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി കോടിമത വിൻസ്റ്റർ കാസിൽ ഹോട്ടലിന് എതിർവശത്ത് വെച്ച് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാർ സമീപത്തുണ്ടായിരുന്ന ബൈക്കിൽ ഇടിച്ച ശേഷം തട്ടുകടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ബൈക്കിന് സമീപം സംസാരിച്ചു കൊണ്ട് നിന്നവർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നു. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. ചക്കുളത്തുകാവിൽ തൃക്കാർത്തിക പൊങ്കാല ഇന്നാണ്. 9 മണിയോടെ പണ്ടാരടുപ്പിൽ അഗ്നി പകരും. വൻ ഭക്തജന തിരക്കാണ്. പൊങ്കാല പ്രമാണിച്ച് താലൂക്കുകൾക്ക് പ്രാദേശിക അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ 2 പ്രതിനിധികളാണ് അവിടെയുള്ളത്, അജയ്നാഥും സുധീഷ് കുമാർ. നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. സുധീഷ്, അജയ്, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നറിയാം. അവിടെ ഒരുക്കങ്ങൾക്ക് ഏതുവരെയായി? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു ക്ഷേത്ര പരിസരവും ഇതിന് ചുറ്റുപാടും ഒക്കെ തന്നെ പൊങ്കാല കലങ്ങൾ അതുകൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. സ്ത്രീജനങ്ങൾ അവരുടെ ഒരു ഐതിഹ്യ പെരുമയിൽ നിൽക്കുന്ന ഈ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിച്ച് ആ ഒരു നന്മ, ആ ഒരു പുണ്യം പകരുന്നതിന് വേണ്ടിയുള്ള എല്ലാവട്ടം ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവർ അവരുടെ ഓരോ കലങ്ങളിലും ഓരോ മൺകലങ്ങളിലും അവരുടെ പൊങ്കാലകൾ ദേവിക്ക് നിവേദിക്കുന്നതിനുള്ള ഒരു കാത്തിരിപ്പിലേക്ക് പോകുന്ന ആ ഒരു മണിക്കൂറുകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ തൃക്കാർത്തിക പൊങ്കാല അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രം, അതായത് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അത്തരത്തിൽ ഈ പ്രാധാന്യം പേറുന്ന ഈ ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ആ ഒരു ദിനം, അത് വൃശ്ചിക മാസത്തിലെ ഈ കാർത്തിക നാളിലാണ് ഇത്തരത്തിൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. ഇതിലൂടെ കിട്ടുന്ന ആ ഒരു പുണ്യം, ആ ഒരു നന്മ, അത് നിറയ്ക്കുന്നതിന് വേണ്ടി, അത് ഉള്ളിൽ ആവാഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന ഈ സ്ത്രീജനങ്ങൾ. അത് കേരള
കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ഈ സ്ത്രീജനങ്ങൾ അവരുടെ നന്മ അല്ലെങ്കിൽ ആ പുണ്യം പേറുന്നതിനായുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അവർ അവരുടെ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ ഈ പൊങ്കാല കലങ്ങളിൽ ഇവർ നിവേദിക്കുന്ന ഈ ദേവിക്ക് നിവേദിക്കുന്ന ഈ പ്രസാദം, ആ പ്രസാദമാണ് ഇവരുടെ മനസ്സിൻ്റെ നന്മ അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായ ഒരു എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ആ ഒരു പുണ്യ മുഹൂർത്തത്തിലേക്ക് കടക്കുന്നത്. ഇത്തരത്തിൽ ഈ പൊങ്കാല കലങ്ങളിൽ ഒന്നിലേക്ക് ദേവിയും എത്തുന്നു പൊങ്കാല അർപ്പിക്കാൻ. അതായത് ഈ ഭക്തർക്കൊപ്പം ദേവിയും പൊങ്കാല അർപ്പിക്കുന്നു എന്ന ഒരു ഐതിഹ്യത്തിലേക്ക്, അത്തരത്തിലുള്ള ഒരു ചരിത്ര നിമിഷത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഈ ക്ഷേത്ര പരിസരം സാക്ഷിയാകാൻ പോകുന്നത്. ഏതായാലും ഇന്ന് ഈ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായി പുലർച്ചെ 4 മുതലാണ് ഈ ചടങ്ങുകൾ ഒക്കെ ആരംഭിച്ചത്. നിർമാല്യ ദർശനവും ഒപ്പം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഒക്കെ ആയിരുന്നു ഈ ചടങ്ങുകളുടെ ഇത്തവണത്തെ ചക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളുടെ തുടക്കം. തുടർന്ന് 9 മണിയോടെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയായിരിക്കും ഉണ്ടാവുക. അതിൽ ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും ഇവിടുത്തെ മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തിരിയിൽ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി തെളിക്കുന്നു. അങ്ങനെ പൊങ്കാലയ്ക്ക് ഏകദേശം 9 മണിയോടുകൂടി തുടക്കമാകും എന്നാണ് ഇപ്പോഴത്തെ സമയക്രമം പാലിച്ചുകൊണ്ടുള്ള ഈ ഒരു ചടങ്ങിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ഒരു പൊങ്കാല സംഗമം, അതായത് ഈ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു സാംസ്കാരിക സംഗമമുണ്ടാകും. അതിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഈ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. ഒപ്പം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി പനീർശെൽവം ഭദ്രദീപ പ്രകാശനം നടത്തും. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമുഖത്വത്തിൽ ആയിരിക്കും ബാക്കി ചടങ്ങുകൾ, പൊങ്കാലയുടെ സമർപ്പണ ചടങ്ങുകളും മറ്റുമൊക്കെ പുരോഗമിക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു അന്തരീക്ഷം, ഈ ക്ഷേത്ര പരിസരം, അത് വളരെ പരിപാവനമായ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ ഒരു വർഷം മുഴുവൻ ഉള്ളിൽ പേറി നിന്ന ആ ആഗ്രഹങ്ങളുടെ സാഫല്യത്തിനായി അവർ അവരുടെ പൊങ്കാല കലങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഈ പൊങ്കാല ഇനി ആരംഭിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അതിലേക്ക് അവർ ഇനിയുള്ള മറ്റു ചടങ്ങുകളിലേക്ക് അവർ കാത്തിരിക്കുകയാണ്. അമ്മയുടെ പേരെന്താ? തങ്കമ്മ. അമ്മ എവിടുന്നാ വരുന്നത്? കരുനാഗപ്പള്ളിന്നാ വരുന്നത്. എത്ര വർഷമായി പൊങ്കാല ഏൽപ്പിക്കുന്നുണ്ട്? കണക്കില്ല, ഓർമ്മയില്ല. എങ്കിലും അമ്മയ്ക്ക് ഇവിടെ എത്താൻ എല്ലാ പ്രാവശ്യവും സാധിക്കുന്നുണ്ട്. അമ്മ എന്താണ് പൊങ്കാല അർപ്പിക്കുമ്പോൾ അമ്മ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത്? അമ്മയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും ദേവി അല്ലാതെ ഒന്നുമില്ല. എൻ്റെ ഇളയ മോനും ഒക്കെ മരിച്ചു പോയ 4 ആൺപിള്ളേരങ്ങ് മരിച്ചു പോയി. അതാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള ചില വിഷമങ്ങളും അവരുടെ ആകുലതകളും ഒക്കെ അകറ്റുന്നതിനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ പൊങ്കാലയുടെ ഭാഗമായി നടക്കുന്നത്. ഏതായാലും പൊങ്കാല മഹോത്സവത്തിനുള്ള അല്ലെങ്കിൽ അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ്. എനിക്കൊപ്പം അജയ്നാഥ് കൂടി ചേരുന്നുണ്ട്. അജയ്നാഥ്, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു ചരിത്രം ഇതിനുണ്ട്, അല്ലെങ്കിൽ ഈ ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇതേപോലെയുള്ള ആഗ്രഹങ്ങളുമായി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹ സാഫല്യത്തിനായി എത്തിച്ചേരുന്ന നിരവധി ആൾക്കാരെയാണ്, അല്ലേ? തീർച്ചയായും സൂചിപ്പിച്ചത് തന്നെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ചക്കുളത്തുകാവ് എന്നുള്ളതാണ്. അതായത് ഈ പൊങ്കാല ഇടുമ്പോൾ, ഈ പൊങ്കാല അർപ്പിച്ച് ശേഷം പൊങ്കാല തളിക്കുന്ന ചടങ്ങ് അതിൻ്റെ ഭവനങ്ങളിലേക്ക് അവർ കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ദേവിയും അവരോടൊപ്പം, ഈ പൊങ്കാല ഇടുന്ന ഘട്ടത്തിൽ ദേവിയും അവരോടൊപ്പം ചേർന്ന് അവരോടൊപ്പം കൂടുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് ഈ സ്ത്രീജനങ്ങൾക്കകത്തന്നെയുള്ളത്. സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒരു നിമിഷമായി ആ നിമിഷത്തെ കാണുന്നു. അതായത് ചക്കുളത്തുകാവിലമ്മയുടെ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. കാർത്തിക സ്തംഭത്തിനും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കാർത്തിക സ്തംഭമാണ്. ഈ കാർത്തിക സ്തംഭത്തിനും അത്തരത്തിലേക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. ആ കാർത്തിക സ്തംഭം എന്ന് പറയുന്നത് തിന്മയുടെയും അതുപോലെ തന്നെ അധർമ്മത്തിൻ്റെയും ഭൗതിക പ്രതീകമായാണ് ഈ കാർത്തിക സ്തംഭത്തെ കാണുന്നത്. അതായത് ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന വിശ്വാസമാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു വർഷക്കാലം ഭഗവതിക്ക്, അതായത് ചക്കുളത്തുകാവ് അമ്മയ്ക്ക് ചാർത്തിയിട്ടുള്ള ഉടയാടകൾ അത് ഈ കാർത്തിക സ്തംഭത്തിൽ പൊതിഞ്ഞു വെക്കുന്നു. വലിയ ഒരു ഉയർന്ന ഒരു
തൂണിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ആ തൂണിൽ സ്ഥാപിച്ച് അത് കത്തിക്കുന്ന ഘട്ടത്തിൽ അത്തരത്തിൽ ഈ നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നൊരു വിശ്വാസം കൂടി ഈ കാർത്തിക സംഭവമായി രൂപപ്പെട്ടുകൊണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ രാമങ്കരിയിൽ നിന്നാണ് വരുന്നത്. എത്ര നാളായി? കുറേ നാളായി. കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി തവണ ഒരു സുഗമമായിട്ട് കഴിഞ്ഞ തവണ ഈ തവണ അതുപോലെ തന്നെ നല്ല രാവിലെ ഒരു മഴയുണ്ടായിരുന്നു, ചെറിയ ആശങ്കയുണ്ട്. അത് നമ്മളെ ബാധിച്ചില്ല. സമയമാകുമ്പോഴത്തേക്കിന് അന്തരീക്ഷം നല്ല രീതിയിലായി. ഇത്തവണ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീജനങ്ങൾ ഇത്തവണ കൂടുതലുണ്ട്. കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒന്നിനും കുറവില്ല. താങ്ക് യു. ഒരുക്കങ്ങൾ കാര്യങ്ങളെല്ലാം സുഖമായിട്ട് തന്നെ നടന്നു, നല്ല രീതിയിലാണ്. ഏകദേശം എത്ര വർഷമായി കാണും? ഏകദേശം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ കുറേ എല്ലാ വർഷവും വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് നിരവധിയായിട്ടുള്ള വർഷങ്ങൾ, അതായത് നിരവധിയായിട്ടുള്ള വർഷങ്ങൾ ഈ പൊങ്കാല അർപ്പിച്ചു പോകുന്ന വിശ്വാസികളായ സ്ത്രീകൾ ഒട്ടനവധി ഉണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളുടെ ശബരിമല എന്നുകൂടി അറിയപ്പെടുന്ന ഈ ചക്കുളത്ത് അത്ര കണ്ട ഐശ്വര്യപ്രധാനിയായിട്ടുള്ള ചക്കുളത്ത് കാവിലമ്മയുടെ അനുഗ്രഹം തേടി നിരവധിയായിട്ടുള്ള സ്ത്രീകൾ, അത് ഇന്നലെ മുതൽ കഴിഞ്ഞ ദിവസം തന്നെ സ്ത്രീകളെല്ലാം തന്നെ ഇങ്ങനത്തെ സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ പൊങ്കാല കലങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ നിരക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. വലിയ ഒരു ആവശ്യം കൂടിയാണ്, അല്ലെങ്കിൽ വലിയൊരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായി തന്നെ ഇതിനെ കാണുന്നു. തീർച്ചയായും അജയ്. അപ്പോൾ എനിക്ക് ഇവിടെ ഇപ്പോൾ ഒരു വലിയ സ്തൂപം കാണുന്നുണ്ട്. അപ്പം ഈ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ പരിശോധിക്കുമ്പോൾ ഈ സ്തൂപത്തിന് പറയാനൊരു ചരിത്രമുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ചടങ്ങ്? ഇത്തരത്തിൽ വലിയൊരു സ്തൂപം ഈ പൊങ്കാല നടക്കുന്ന പ്രദേശത്തിന് സമീപത്തായി അവർ ഒരുക്കിയിട്ടുണ്ട്, ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ചരിത്ര കാര്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും മുൻപ് സൂചിപ്പിച്ചിരുന്നു, അതായത് അധർമ്മത്തിൻ്റെയും തിന്മയുടെയും ഭൗതിക പ്രതീകമായിട്ട് കാർത്തിക സ്തംഭമാണ്. അധർമ്മത്തിൻ്റെയും ഭൗതിക പ്രതീകമാണ് ഈ കാർത്തിക സ്തംഭത്തെ കാണുന്നത്. ഇത് കത്തിക്കുന്നതോടുകൂടി തന്നെ ധർമ്മത്തിൽ, അതായത് നന്മ പുനഃസ്ഥാപിക്കപ്പെടുന്നു. അതായത് അധർമ്മത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട്, തിന്മയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് ഉള്ളത്. വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക നാളിൽ, അതായത് ഇന്നാണ് ചടങ്ങ് നടക്കുന്നത്. പൊക്കമുള്ളൊരു തൂണിൽ വാഴക്കച്ചി, പഴയ ഓലകൾ, പടക്കം, ദേവിക്ക് ചാർത്തിയ ഒരു വർഷത്തെ ഉടയാടകൾ എന്നിവ പൊതിഞ്ഞു കെട്ടി വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പ് ഇത് കത്തിക്കുന്നതോടുകൂടി തന്നെ തിന്മയ്ക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം, അത് തിന്മയില്ലായ്മ ചെയ്തുകൊണ്ട് നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു. അത് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു നിമിഷമായി ആ നിമിഷത്തെ കാണുന്നു. ഈ പൊങ്കാല ഇടുന്നതൊപ്പം തന്നെ, അതായത് പൊങ്കാല ഇടുമ്പോൾ ദേവി ഇവർക്കൊപ്പം ഒരാളായി, ദേവി ഇവർക്കൊപ്പം ഉണ്ടാകും എന്നാണ് ഈ സ്ത്രീകളുടെ എല്ലാം തന്നെ വിശ്വാസം. അത് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു നിമിഷമായി, ഒരു മുഹൂർത്തമായി ആ ഒരു മുഹൂർത്തത്തെ അവർ കാണുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ ചക്കുളത്താവ് പൊങ്കാലയ്ക്ക് ഏറെ പ്രശസ്തി കൂടുന്നതും. വർഷങ്ങളായി നിരവധിയായിട്ടുള്ള സ്ത്രീജനങ്ങൾ അവർ നിരന്തരം എല്ലാ വർഷങ്ങളും മുടങ്ങാതെ ഈ പൊങ്കാല ഇടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും അജയ് പറഞ്ഞതുപോലെ തന്നെയാണ്. ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യങ്ങൾ, ഒരുപാട് പ്രത്യേകത, ഐതിഹ്യ പെരുമയും ഒക്കെ പേറുന്ന ഈ ക്ഷേത്ര പരിസരം, അല്ലെങ്കിൽ ചക്കുളത്തുകാവി ദേവി എന്ന് പറയുന്നത്, അതിൽ തലമുറകളുടെ വ്യത്യാസമില്ലാതെ ഒരുപാട് പേർ ആരാധിച്ചു പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അത്തരത്തിൽ ഇങ്ങനെ ആരാധിച്ചു പോകുമ്പോൾ അവിടെ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് ആ നിവേദ്യം ദേവിക്ക് അർപ്പിച്ചുകൊണ്ട് ആ ഒരു പുണ്യം, ആ ഒരു നന്മ മനസ്സിൽ പേറിക്കൊണ്ട് അത്തരത്തിൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകണം എന്ന രീതിയിലേക്ക് പോകുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ പുതിയ തലമുറകൾ വരെ ഇത്തരത്തിൽ ഈ പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്താറുണ്ട് അല്ലേ? എവിടുന്നാ, എന്താ പേര്? നന്ദന, മലപ്പുറം ജില്ലയിൽ നിന്ന് വരികയാണ്. എങ്ങനെ എത്തി? അതിരാവിലെ എത്തിയോ കഴിഞ്ഞ ദിവസം എത്തിയോ? വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത് അതോ മുൻപ് ഇട്ടിട്ടുണ്ട്? ചക്കുളത്തുകാവിൽ അതുപോലെ തന്നെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് പൊങ്കാല ഇടുന്നത്. അതാണ്, ജീവിതത്തിൽ ആദ്യമായി പൊങ്കാല അർപ്പിക്കുന്നു. തീർച്ചയായും നമ്മളുടെ ഉള്ളിലെ കുറെ പ്രതീക്ഷകളും കുറെ ആകുലതകളൊക്കെ ഉണ്ട്, ഇതൊക്കെ മാറിക്കിട്ടണം അല്ലേ? ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. അതാ. ജോലിയുണ്ടോ? ഞാൻ പഠിക്കുക, TTC പഠിക്കുകയാണ്. ഈ പൊങ്കാലയെ പറ്റി അറിഞ്ഞു കേട്ടപ്പോൾ ഇവിടെ വരാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? ഒരുപാട് കേട്ടിട്ടുണ്ട്, വരണമെന്ന് വിചാരിച്ചിട്ട് കുറെ ആയി. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്, അപ്പൊ ഇപ്പൊ ചെയ്യുന്നു, ഭാഗ്യമായിട്ട് കരുതുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഓരോ മനുഷ്യർക്കും അവരുടെ ഒരു നിയോഗമാണ് ഇവിടെ എത്തിച്ചേരുക എന്നുള്ളത്. അതിൽ കാലങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ദേശങ്ങൾക്കപ്പുറം ആ ഒരു പരിമിതികളൊക്കെ മറികടന്നുകൊണ്ടാണ് അവർ ഈ ഓരോ പൊങ്കാല ദിവസങ്ങളിലും ഇവിടെ എത്തിച്ചേരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും, പൊങ്കാല അടുപ്പുകളൊക്കെ നിരത്തി അവർ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും, അതിൽ ഈ പൊങ്കാല നിവേദിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വരുന്ന ഒരു നിമിഷം
9 മണിയോടുകൂടി ഈ ഭണ്ഡാരയടുപ്പിൽ തീ പകരുന്നു. അതിനുശേഷം ഈ ക്ഷേത്രമുറ്റത്തും അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന, ഞങ്ങൾ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ ഈ ക്ഷേത്രത്തും ഒപ്പം ദൂര സ്ഥലങ്ങളിലും ഇതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലുമെല്ലാം നിരന്നു കഴിഞ്ഞ പൊങ്കാല അടുപ്പുകളിലേക്ക് 9 മണിയോടുകൂടി തീ പകരുന്നതോടെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം ആരംഭിക്കും. ശരി, സുധീഷ് അജയ്നാഥ്. ചക്ലത്തുകാവിൽ തൃക്കാർത്തിക പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. 9 മണിയോടുകൂടി പണ്ടാരയടുപ്പിൽ അഗ്നി പകരും. വൻ ഭക്തജനത്തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെടുന്നത്. ശബരിമലയിലെ ഇന്നത്തെ പൂജാ സമയങ്ങളിൽ മാറ്റങ്ങളില്ല. ഇന്നും പുലർച്ചെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് തൃക്കാർത്തികയോടനുബന്ധിച്ച് വൈകിട്ട് മേലെ തിരുമുറ്റത്ത് ദീപങ്ങൾ തെളിയിക്കും. കൂടുതൽ വിവരങ്ങളുമായി എം രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, സന്നിധാനം ഭക്തിസാന്ദ്രമാണ്, വലിയ തിരക്കാണ്. എന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണെന്ന് പ്രതീക്ഷിക്കാം. എന്താണ് സന്നിധാനത്തുനിന്ന് ഇന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീജ, സന്നിധാനത്ത് പുലർച്ചെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 3 മണി മുതൽ തന്നെ 25,000-ഓളം ആളുകൾ ഇതിനകം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക കണക്ക്. ഇന്നലെ 80,000-ഓളം പേർ മാത്രമാണ് ദർശനം നടത്തിയിരുന്നത്. രാവിലെ നല്ല തിരക്ക് ഇന്നലെ അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഇന്നലെ രാത്രി ആയപ്പോഴേക്കും, ഹരിവരാസനത്തിൻ്റെ സമയമായപ്പോഴേക്കും സന്നിധാനത്ത് തൊഴുന്നതിന് വേണ്ടി അത്ര തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. സന്നിധാനത്ത് ഒരു തവണ തൊഴുത ആളുകൾക്ക് പോലും തൊഴാനുള്ള സാഹചര്യം ആവശ്യമാണെങ്കിൽ പോലീസ് ഒരുക്കുന്ന കാഴ്ച കൂടെ ഉണ്ടായിരുന്നു. 80,000-ഓളം പേർ ഇന്നലെ സന്നിധാനത്ത് തൊഴുതു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക കണക്ക്. അതേസമയം ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനകം തന്നെ ഏകദേശം 25,000-ലും ആളുകൾ ദർശനം നടത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക കണക്ക്. ഇന്ന് തൃക്കാർത്തികയോടനുബന്ധിച്ച് വൈകിട്ട് ശബരിമല മേൽമുറ്റത്ത് ദീപങ്ങൾ തെളിയിക്കുന്ന ചടങ്ങുണ്ടാകും. ഒപ്പം തന്നെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ മണ്ഡലകാലത്ത് സദ്യ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണറും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും അടങ്ങുന്ന 5 അംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഈ 5 അംഗ സംഘത്തിൻ്റെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തതിന് ശേഷം ദേവസ്വം ബോർഡ് യോഗം ചേരും. ആ യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. അതായത് നേരത്തെ തന്നെ ലേലം ചെയ്തു പോയ നടപടിക്രമങ്ങളാണ് അന്നദാന വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിൽ മറ്റൊരു തുക നൽകുമ്പോൾ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ കരാറിൽ പങ്കെടുത്ത് കരാർ കിട്ടാതെ പോയ കമ്പനികൾ അത്തരം നിയമക്കുരുക്കുകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാനാവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ 5 അംഗ സമിതി പരിശോധിക്കേണ്ടത്. അതിനുശേഷമായിരിക്കും ശബരിമലയിൽ അന്നദാനം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമാവുക. ശരി രാഗേഷ്, സന്നിധാനത്തുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രാഗേഷ്. ശബരിമലയിൽ ഇടവേളകളില്ലാതെ ഭക്തരെത്തുമ്പോൾ ദർശനം സുഗമമാക്കാൻ പോലീസും കേന്ദ്രസേനയും അടക്കമുള്ള വിവിധ വകുപ്പുകൾ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് 18-ാം പടി കയറാനായി എങ്ങനെയാണ് ക്രമീകരണം നടത്തിയതെന്ന് കാണാം. സന്നിധാനത്ത് നിന്ന് എം രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 18-ാം പടിയിൽ ഉൾപ്പെടെ ഭക്തർക്ക് കയറാനാകാത്ത വിധം തിരക്ക് വരുമ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് പോലീസ് നിയന്ത്രിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സന്നിധാനത്തേക്ക് പുലർച്ചെ 3 മണി മുതൽ തുടങ്ങുന്ന ഭക്തരുടെ ഒഴുക്കാണ്. രാത്രി 11 മണിക്കുള്ള അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം വരെ ഇത് തുടരും. ഇതിനുശേഷം എത്തുന്ന ഭക്തർക്ക് സന്നിധാനത്ത് വിവിധയിടങ്ങളിലായി വിശ്രമ സൗകര്യമൊരുക്കണം. അപ്പോഴേക്കും വീണ്ടും പുലർച്ചെ 3 മണിക്ക് വീണ്ടും നട തുറക്കും. പോലീസും കേന്ദ്രസേനയും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ സംയോജിതമായ പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലകാലത്തെ താളം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഏറ്റവും അധ്വാനം വേണ്ടതും ശ്രദ്ധ വേണ്ടതുമായ ഇടമെന്നത് ഭക്തരെ 18-ാം പടി കയറ്റി വിടുക എന്നുള്ളതാണ്. ഈ ചുമതല ചെയ്യുന്നതാകട്ടെ പൂർണ്ണമായും പോലീസാണ്. 14 മുതൽ 15 പേരടങ്ങുന്ന സംഘം 18-ാം പടിയിൽ നിന്ന് ഭക്തരെ മുകളിലേക്ക് എത്തിച്ച് വേഗത്തിൽ ദർശന സാഹചര്യമൊരുക്കുക എന്നുള്ളത് കടുത്ത വെല്ലുവിളി തന്നെയാണ്. ഇതിനായി 4 ടീമടങ്ങുന്ന സംഘം 15 മിനിറ്റ് വീതം മാറി മാറിയാണ് ഈ ജോലി ചെയ്യുന്നത്. 15 മിനിറ്റുള്ള ഈ കഠിനാധ്വാനം കഴിയുമ്പോഴേക്കും ഇവർ നന്നായി തളർന്നിട്ടുണ്ടാകും. നമുക്ക് 3 മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത്. ഓരോ 3 മണിക്കൂറിലും 15 മിനിറ്റ് വെച്ച് വല്ല വലിക്കുന്നത്. ഓരോ ടീം 4 ടീമായിട്ടാണ് ഒരു മണിക്കൂർ വലിക്കുന്നത്. 15 മിനിറ്റ് ഒരാൾ നിന്ന് വലിക്കും ഒരു പടിയിൽ. സ്ട്രെയിൻ എന്തായാലും ഉണ്ടാവും. കാരണം ഡ്യൂട്ടി അത്രയും നമുക്ക് ആ ഒരു കുറഞ്ഞ സമയത്ത് മാക്സിമം ആളുകളെ കയറണമല്ലോ. അല്ലെങ്കിൽ പമ്പയിലാണെങ്കിലും മറ്റു ഭാഗങ്ങളിലാണെങ്കിലും ആൾ തിരക്ക് വരും. മാക്സിമം ആളുകളെ കയറ്റുക എന്നുള്ളത് പടിയിലാണ് കൂടുതൽ സ്ട്രെയിൻ വരുന്നത്. പ്രായം ചെന്നവർ, ഭാരമേറിയവർ, അസുഖമുള്ളവർ, അങ്ങനെ വരുന്ന ഓരോ ഭക്തന്റെയും ശാരീരിക പരിമിതികളെ മനസ്സിലാക്കിക്കൂടെ വേണം ഈ ജോലി ചെയ്യാൻ.
ഓരോ മണിക്കൂറിലും 18-ാം പടി കയറുന്ന ഭക്തരുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കുന്നുണ്ടാകും. കൂടുതൽ ഭക്തർ പുറമെ ദർശനത്തിന് കാത്തു നിൽക്കുകയും വരിയുടെ വേഗത കുറയുകയും ചെയ്താൽ ഇവർക്ക് മേലധികാരികളിൽ നിന്നും സമ്മർദ്ദവും ഉണ്ടാകും. 1 മിനിറ്റിൽ 90 മുതൽ 100 പേർ വരെ പടി കയറണമെന്നാണ് ഏകദേശ കണക്ക്. അതിൻ്റെ അത്രയും തിരക്ക് വരുന്നതെന്ന് വെച്ചാൽ ആളുകൾ കടന്നു പോകുക എന്നുള്ളത് വേണമല്ലോ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് നമ്മളെ മൊത്തത്തിൽ ഉണ്ടാകും. അതിൻ്റെ ഒരു മാത്രം ഉണ്ടല്ലോ, ഒരു ഡ്യൂട്ടിയുടെ ഭാഗം. ദിവസവും 1 ലക്ഷത്തിനടുത്ത് ഭക്തരെത്തുമ്പോൾ ഇവർ എത്രമാത്രം കഠിനാധ്വാനം നടത്തിയാലാണ് ഓരോരുത്തർക്കും സുഖദർശനം സാധ്യമാവുക എന്ന് ഒന്നാലോചിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇവരുടെ കൈപ്പിടിച്ച് 18 പടികൾ കടന്ന് ഓരോ വിശ്വാസിയും അയ്യനിലേക്ക് അടുക്കുമ്പോൾ തിരക്കിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ചെറിയ വീഴ്ച സംഭവിച്ചു പോയാൽ ഈ അധ്വാനമോർത്ത് നമുക്കത് ക്ഷമിക്കാവുന്നതേയുള്ളൂ. ക്യാമറാമാൻ സുരേഷ് പുന്നക്കാടിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമല തീർത്ഥാടകരുടെ കാറിന് തീപിടിച്ചു. ദർശനത്തിനായി പോയവരുടെ വാഹനമാണ് പമ്പ ചാലക്കയത്തിന് സമീപത്ത് തീപിടിച്ചത്. ഹൈദരാബാദ് സ്വദേശികളാണ് ടാക്സി കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് അറിയുന്നത്. കണ്ണൻ ദേവ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കണ്ണൻ, എന്തായാലും ആർക്കും വലിയ അപകടം സംഭവിച്ചിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. എങ്ങനെയായിരുന്നു ഇവരെ രക്ഷപ്പെടുത്തിയത്? അത് ശ്രീജ, ആർക്കും ഈ അപകടത്തിൽ പരിക്കില്ല എന്നത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് ഈ അപകടം ഉണ്ടായത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഈ ദർശനത്തിന് അവിടെ വിമാനമിറങ്ങി അവിടെ നിന്നും വിളിച്ച ടാക്സിക്കാരിലാണ് ഈ ഹൈദരാബാദ് സ്വദേശികളാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഇവർ നെടുമ്പാശ്ശേരി വിമാനമിറങ്ങി അവിടെ നിന്നും ടാക്സിക്കാർ വിളിച്ച് പമ്പയിലേക്ക് വരികയായിരുന്നു. ഈ സമയത്താണ് പമ്പ ചാലക്കയത്ത് എത്തിയപ്പോൾ കാറിൽ നിന്നും വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഡ്രൈവർ ഈ പുറത്തിറങ്ങി നോക്കുകയും ഉള്ളിലുള്ളവരെ ആ സമയത്ത് തന്നെ പുറത്തിറക്കുകയുമായിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഈ കാർ വലിയ രീതിയിൽ പുകയുയർന്ന് തീ പടരുകയായിരുന്നു. എന്തായാലും ഈ അപകടത്തിൽ ആർക്കും പരിക്കില്ല. സമയോചിതമായ ഇടപെടലാണ് ഇത്തരത്തിൽ ആർക്കും പരിക്കുകളില്ലാതെ രക്ഷപ്പെടാൻ കാരണമായത്. എന്തായാലും പിന്നീട് ഫയർഫോഴ്സ് എത്തി, പമ്പയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഈ കാറിലെ തീ അമച്ചു. എന്തായാലും കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഈ കാർ കത്താനുണ്ടായ കാരണം എന്താണെന്ന് ഇതിനെ സംബന്ധിച്ച് ഇതുവരെ കൃത്യമായ ഒരു അറിവില്ല. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ പമ്പ ചാലക്കയം, അതായത് ഈ ശബരിമല തീർത്ഥാടകരുടെ വാഹനം ഇത്തരത്തിൽ തീപിടിക്കുന്നത് ഒരു നിത്യ സംഭവമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളും അതുപോലെ KSRTCയും അടക്കം ഇത്തരത്തിൽ തീപിടിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം MVD അടക്കം ആരംഭിച്ചിട്ടുണ്ട്. ശരി കണ്ണൻ, ശബരിമല തീർത്ഥാടകരുടെ കാറിന് തീപിടിച്ചു, പക്ഷേ വലിയൊരു അപകടമാണ് ഒഴിവായത്. അവർക്കാർക്കും പരിക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ണൻ ദേവ് നൽകുന്ന വിവരങ്ങൾ. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ യുവാവാണ് ഇത്തവണ കോഴിക്കോട് നിന്ന് LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. ഫറോക്ക് പഴയപാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ആളെ തന്റെ ജീവൻ പോലും പണയം വെച്ച് രക്ഷിച്ച സന്ദേശാണ് ആ സ്ഥാനാർത്ഥി. കോഴിക്കോട് കോർപ്പറേഷനിലെ 46-ാം ഡിവിഷനായ ചെറുവണ്ണൂർ ഈസ്റ്റിൽ നിന്നാണ് C സന്ദേശം മത്സരിക്കുന്നത്. 2019 ഫറോക്ക് പഴയ പാലത്തിലൂടെ കടന്നു പോകുന്നതിനിടെ ആൾക്കൂട്ടം കണ്ട് ചെന്നു നോക്കിയപ്പോഴാണ് ഒരാൾ പുഴയിൽ മുങ്ങിത്താഴ്ന്നതായി കണ്ടത്. ഉടൻ തന്നെ പുഴയിലേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന വ്യക്തിയാണ് സന്ദേശ്. പിന്നീട് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി, പലർക്കും മാതൃകയായി. ഇത്തവണ സന്ദേശിനെയാണ് LDF ചെറുവണ്ണൂർ ഈസ്റ്റിൽ മത്സരത്തിനിറക്കിയിരിക്കുന്നത്. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 46-ാം ഡിവിഷൻ ചെറുവണ്ണൂർ ഈസ്റ്റിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ വിജയപ്രതീക്ഷ തന്നെയാണ്, പൂർണ്ണമായും വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ LDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് സന്ദേശ്. LDFൻ്റെ ഇത്തവണത്തെ ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമായിട്ട് ഏകദേശം 130ഓളം യുവജനങ്ങളാണ് LDF ബാനറിൽ മത്സരരംഗത്തുള്ളത്. അപ്പോൾ ഇടതുപക്ഷം യുവജനങ്ങളോട് കാണിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ നമ്മുടെ മുന്നിലുള്ളത്. വാർഡിലെ ഓരോ വ്യക്തികൾക്കും സന്ദേശ് സുപരിചിതനാണ്. LDFന്റെ കുത്തകയായ വാർഡിൽ മികച്ച ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സന്ദേശ്. ക്യാമറമാൻ അമജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.
സന്ദേശിന്റെ വിവരങ്ങൾ അറിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പാമ്പാടുംപാറ ഡിവിഷനിലേക്കാണ്. അത് നിലനിർത്താൻ LDF ശക്തമായി തന്നെ രംഗത്തുണ്ട്. പിടിച്ചെടുക്കാൻ UDFും ശക്തമായ കടുത്ത പോരാട്ടത്തിലാണ്. കരുത്ത് കാട്ടാൻ NDAയും അവിടെ സജീവമാണ്. 2025 ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ UDFിന് ഒപ്പമായിരുന്നു. കഴിഞ്ഞ തവണ ഡിവിഷൻ LDF പിടിച്ചെടുത്തു. പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകൾ പൂർണ്ണമായും, വണ്ടൻമേട് പഞ്ചായത്തിലെ 7 വാർഡുകളും നെടുങ്കണ്ടം പഞ്ചായത്തിലെ 4 വാർഡുകളും ചേർന്നതാണ് പാമ്പാടുംപാറ ഡിവിഷൻ. LDFിനായി സ്വപ്ന ജോയിയും UDFിനായി മിനി പ്രിൻസും NDAയ്ക്കായി ബിജി സുരേന്ദ്രനുമാണ് മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ തവണ വിജയിച്ച ജിജി കെ ഫിലിപ്പ് ആദ്യ 2 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇദ്ദേഹം മേഖലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് LDF വോട്ട് ചോദിക്കുന്നത്. വിനോദസഞ്ചാരത്തിന് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥലമാണ് രാമക്കൽമേട് ടൂറിസം പദ്ധതി. അതിനും ഞാനൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കും നമ്മുടെ നാടിനും ഏറ്റവും പ്രയോജനകരമായ രീതിയിലാണ് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കരുണാപുരം പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ മിനി പ്രിൻസ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, അധ്യാപിക, കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് UDF. വളരെ ശുഭപ്രതീക്ഷയാണ്. കാരണം കരുണാപുരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിച്ചിരിക്കും. പ്രസന്നൻ പുളിക്കലിനും അതുകൊണ്ട് മധുസൂദനും ഉൾപ്പെടെ എല്ലാം നല്ല മിടുമിടുക്കരായ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ നിർത്തിയിരിക്കുന്നത്. അത് പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെ ഏറ്റവും മിടുക്കരായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായ ബിജി സുരേന്ദ്രൻ മഹിളാ മോർച്ച ഇടുക്കി സൗത്ത് ജില്ലാ സെക്രട്ടറിയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. വിമതർ തന്നെയാണ് എല്ലായിടത്തും പ്രശ്നം. കൊല്ലം കോർപ്പറേഷൻ കോയിക്കൽ ഡിവിഷനിൽ UDFിന് വിമത ഭീഷണിയുണ്ട്. അനനയ നീക്കങ്ങളൊക്കെ നടക്കാതെ വന്നതോടെ മുൻ കൗൺസിലർ കൂടിയായ സ്ഥാനാർത്ഥിയെ പാർട്ടി പുറത്താക്കി. ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ പ്രാദേശിക പാർട്ടി ഘടകത്തിന്റെ പിന്തുണയോടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ 19ാം ഡിവിഷനിൽ എരിയുന്ന പന്തം എന്ന ചിഹ്നത്തിലാണ് മീനുലാൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു. എന്നാൽ ഇത്തവണ മത്സരിക്കാൻ പാർട്ടി അനുവദിച്ചില്ല. തുടർന്നാണ് 2015 കോയിക്കൽ ഡിവിഷനിൽ നിന്നും വിജയിച്ച മീനുലാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്. ഞാനായിട്ടല്ല ഇങ്ങനൊരു നിലപാടിലോട്ട് വന്നെത്തിയത്. കാരണം എന്ത് കാര്യത്തിനും നമ്മളെ പ്രവർത്തകരാണ്, അത് ഏത് ഇലക്ഷനിലും നമ്മുടെ പ്രവർത്തകരാണല്ലോ, അവരല്ലേ. ഞാൻ ഇന്ന് കൗൺസിലർ ആകുമ്പോൾ എൻ്റെ ഇത് മാത്രമല്ല, അവരും പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അവരാണ് എനിക്ക് വേണ്ടിയത്. അപ്പോൾ അവരുടെ ഒരു വികാരം മനസ്സിലാക്കിയാണ് ഇങ്ങനൊരു തീരുമാനം എത്താൻ. ലീഗിലെ ഇന്ദിരക്കുട്ടിയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച സീറ്റ് ഇത്തവണ ഘടകകക്ഷിയായ ലീഗിന് നൽകിയതിലും വാർഡിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട്. പക്ഷേ വിജയം നേടാൻ ഒരുങ്ങി തന്നെയാണ് ഇന്ദിരക്കുട്ടിയും രംഗത്തുള്ളത്. അവർക്ക് എന്നെ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ എൻ്റെ അടുക്കൽ വരികയും എനിക്ക് സപ്പോർട്ട് തരികയും ചെയ്തത്. എനിക്കിവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോയത്. CPMന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയാണ് ഇടത് സ്ഥാനാർത്ഥി റാഫിയുടെ ലക്ഷ്യം. കോൺഗ്രസ് 2ആയി നിൽക്കുന്നതിന്റെ നേട്ടം ഇത്തവണ ഇടതിന്റെ ഭൂരിപക്ഷം ഉയർത്തുമെന്ന് റാഫി പറയുന്നു. അവർ തമ്മിലുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും രണ്ട് ഇതായിട്ട് മാറുമല്ലോ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഗുണമായി മാറും. ഏതായാലും മീനുലാലിനെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി താൻ ജയിച്ച വാർഡ് ഇത്തവണ ലീഗിന് നൽകിയതിലൂടെ ഇടത് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് UDF വഴിയൊരുക്കുന്നു എന്നതാണ് മീനുലാലിന്റെ ആരോപണം. അമൃത ന്യൂസ്, കൊല്ലം. UDFിന്റെ കോട്ടയായ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നഗരസഭ പിടിച്ചെടുക്കാൻ ഇത്തവണ LDF എത്തിയിരിക്കുന്നത് ഗ്ലാസ് ചിഹ്നവുമായിട്ടാണ്. PTA റഹീം MLA നയിക്കുന്ന നാഷണൽ സെക്കുലർ കോൺഫറൻസിന്റെ ചിഹ്നമായ ഗ്ലാസാണ് ഭൂരിഭാഗം CPM സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ചിഹ്നമായി സ്വീകരിച്ചിട്ടുള്ളത്. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം LDF സ്ഥാനാർത്ഥികളുടെ ചിഹ്നമാണ്. 37 വാർഡുകളുള്ള നഗരസഭയിൽ 28 വാർഡുകളിലും CPM ഉൾപ്പെടെയുള്ള LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കുന്നമംഗലം MLA PTA റഹീം നയിക്കുന്ന നാഷണൽ സെക്കുലർ കോൺഫറൻസിന്റെ ക്ലാസ് ചിഹ്നത്തിലാണ്. CPM താമരശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ നേതാവുമായ കളത്തിങ്ങൽ ജമീലി അടക്കമുള്ള CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്നത് ഗ്ലാസ് ചിഹ്നമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ 6 പേർ മാത്രമാണ് ജനവിധി തേടുന്നത്.
സ്വന്തം പാർട്ടിയും ചിഹ്നവും മറച്ചുവെച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയുടെ പേരിൽ CPM നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കുന്നത് എന്തിനാണ് എന്നാണ് UDFന്റെ ചോദ്യം. ഇതിന് CPM നേതാക്കൾ ഉത്തരം പറയണമെന്നും ഇവർ പറയുന്നു. സ്വതന്ത്രമായി മത്സരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞങ്ങൾ പാർട്ടിയിലെ പല ആളുകളും സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നുണ്ട്. പാർട്ടി മാറി. CPMന്റെ പ്രധാനപ്പെട്ട കൊടുവള്ളിയിലെ നേതാക്കന്മാർ ചുറ്റികരിവാൾ നക്ഷത്രം മാത്രമല്ല ഒഴിവാക്കിയത്, അവരുടെ പ്രത്യയശാസ്ത്രത്തെ, അവരുടെ പാർട്ടിയെ തന്നെ ഒഴിവാക്കിയിട്ട് മറ്റൊരു പാർട്ടിയിൽ, കൊടുവള്ളിയിലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ പേരിൽ മത്സരിക്കേണ്ട രാഷ്ട്രീയ ഗതികേടിന്റെ പേരാണ് കൊടുവള്ളിയുടെ ചരിത്രം പറയാനുള്ളത്. എന്നാൽ തങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലും ക്ലാസ് ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ടെന്നും ഇതൊരു വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ലെന്നുമാണ് LDF സ്ഥാനാർത്ഥികൾ പറയുന്നത്. അപ്പം ഞങ്ങൾ കൊടുവള്ളിയിൽ ഈ കാലത്ത് അത്രയും പൊതുവെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഇലക്ഷനിൽ സാധാരണ മത്സരിക്കാറ്. പ്രിയപ്പെട്ട PT റഹീം സാഹിബ് 2006 തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ചത് ഗ്ലാസ് ചിഹ്നത്തിലാണ്. കാരാട്ട് റസാഖ് സാഹിബ് മത്സരിച്ചതും ഗ്ലാസ് ചിഹ്നത്തിലാണ്. അത് കൊടുവള്ളിക്കാർക്ക് വലിയ രീതിയിൽ പരിചയമുള്ളൊരു ചിഹ്നമാണ് ഗ്ലാസ് എന്നത്. UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDF അവരുടെ ആരോപണത്തെ പ്രതിരോധിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ഈ മത്സരിക്കുമൊക്കെ സ്വതന്ത്ര ചിഹ്നത്തിലാണ്. ഇപ്പോൾ അവർ ബലൂൺ എന്ന ചിഹ്നത്തിലാണ് അവിടെ മത്സരിക്കുന്നത്. ഇതൊക്കെ ഇടതുപക്ഷം ജയിച്ചു പോകും എന്നുള്ളൊരു ആശങ്കയിൽ ജനങ്ങളൊരു മാറ്റം, മുനിസിപ്പാലിറ്റി ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരു ചിഹ്നത്തിൻ്റെ പേരിൽ ഇഷ്യൂ ആക്കിയിട്ട് അവരുടെ എന്താ പറയുക, അവരുടെ ഈ പ്രശ്നം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എടുത്തു കാണിച്ച് ആരോപണത്തെ എതിർക്കുമ്പോഴും ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിച്ച് ലീഗ് കോട്ട പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് LDFന്റേത്. അമൃത ന്യൂസ്, കോഴിക്കോട്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെയും ഈ ഒരു ഏറ്റക്കുറച്ചുകൾ വിപണിയിൽ പ്രകടമായിരുന്നു. നഷ്ടത്തിൽ വ്യാപാരം നീങ്ങിയെങ്കിലും അവസാനം 1 മണിക്കൂർ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യത്തിൽ വിപണി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. IT മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യമാണ് ഇന്നലെ വിപണിയെ നഷ്ടം നികത്താൻ സഹായിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം രൂപയിൽ തുടരുന്ന ഇടിവുമാണ്. രൂപയുടെ മൂല്യം ഇടിയുന്നത് ഏറ്റവും ഗുണകരമാകുന്നത് കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങൾക്കായതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം IT മേഖലയിൽ ഉണ്ടായത്. എന്നാൽ രൂപയുടെ ഇപ്പോഴത്തെ ഒരു മൂല്യശോഷണം ആശങ്കപ്പെടുന്നത് തന്നെയാണ്. $90 താരതമ്യം ചെയ്യുമ്പോൾ 90 രൂപയിലേക്കാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിലും വിപണിയുടെ നീക്കത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ ഇപ്പോഴും വിൽപ്പന തുടരുക തന്നെയാണ്. അവരുടെ ഈ ഒരു വിൽപ്പനയുടെ തോത് കൂടുന്നതും ഒരു പരിധിവരെ വിപണിയുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്നുമുണ്ട്. വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. FMCG മേഖലയിലും IT മേഖലയിലുമാണ് ഇപ്പോഴത്തെ ഈ ഒരു വിൽപ്പന തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചുകയറ്റം വഹിച്ചാൽ IT മേഖല ഇപ്പോഴും മറ്റു മേഖലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താഴ്ന്ന നിലവാരത്തിൽ തന്നെയാണ് വ്യാപാരം തുടരുന്നത്. ശരി ദിലീപ്, വളരെയധികം നന്ദി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര വിസ്മയങ്ങൾ ഇനി തൊട്ടറിയാം. ഇതിനായി കേരളത്തിലെ ആദ്യത്തെ വിഷൻ എംപവർ ആക്സസിബിൾ എക്സ്പീരിയൻസ് സോൺ ആലുവയിലെ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള പ്രത്യേക പഠനോപകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര വിസ്മയങ്ങളും ഗണിതശാസ്ത്ര തത്വങ്ങളും സ്പർശിച്ചും മണത്തും ശ്രവിച്ചും പഠിക്കാൻ കഴിയുന്ന കേരളത്തിലെ ആദ്യത്തെ വിഷൻ എംപവർ ആക്സസിബിൾ എക്സ്പീരിയൻസ് സോണാണ് ആലുവയിൽ ഒരുക്കിയിരിക്കുന്നത്. ലോക ഭിന്നശേഷി ദിനത്തിൽ ആലുവ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൽ വിഷൻ എംപവർ സ്ഥാപക സുപ്രിയ ബേ സോൺ ഉദ്ഘാടനം ചെയ്തു. സ്പർശിച്ചറിയാവുന്ന മോഡലുകൾ, മണത്തും രുചിച്ചും അറിയാവുന്ന ലാബ് ഉപകരണങ്ങൾ, ഗണിതശാസ്ത്ര സമസ്യകൾക്ക് ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഗണിത പഠനോപകരണങ്ങൾ, ഭൗമശാസ്ത്ര പഠനോപകരണങ്ങൾ എന്നിവ ഈ എക്സ്പീരിയൻസ് സോണിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സയൻസ് സബ്ജക്റ്റ് സ്പർശിച്ചും തൊട്ടും കേട്ടും അനുഭവിച്ചും പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണമാണ് വിഷൻ എംപവർ ഓർഗനൈസേഷൻ കൊഗ്നിസന്റ് ഫൗണ്ടേഷന്റെ സപ്പോർട്ടോടുകൂടി ഇന്നിവിടെ യാഥാർത്ഥ്യമാക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്ന ഇക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് പരിപൂർണ പഠന നിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ വിഷൻ എംപവറാണ് കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തെയും ആക്സസിബിൾ എക്സ്പീരിയൻസ് സോൺ നിർമ്മിച്ചത്. കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി പ്രസിഡന്റ് രാജു വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊഗ്നിസന്റ് ടെക്നോളജീസ് ചീഫ് PS സരിത മുഖ്യാതിഥിയായി. അമൃത ന്യൂസ്, കൊച്ചി.
ഇനി കായിക വാർത്തകളിലേക്കാണ്. റായ്പൂർ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റിന്റെ തോൽവി. 359 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക 4 പന്ത് ശേഷിക്കെ വിജയം കണ്ടു. 49.2 ഓവറിൽ 6 വിക്കറ്റിന് 362 റൺസ് ദക്ഷിണാഫ്രിക്ക നേടി. 110 റൺസ് നേടിയ എയ്ഡൻ മാർക്രമാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 358 റൺസ് എടുത്തത്. ഋതുരാജ് ഗെയ്ക്വാദിന്റെയും കോഹ്ലിയുടെയും സെഞ്ചുറികളാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തു പകർന്നത്. 77 പന്തിൽ നിന്നാണ് ഗെയ്ക്വാദ് ഏകദിനത്തിലെ കന്നി സെഞ്ചുറി നേടിയത്. ഏകദിന ക്രിക്കറ്റിലെ 53ാമത്തെ സെഞ്ചുറിയാണ് കോഹ്ലിയുടേത്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച ഇരു ടീമുകളും ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്. ചക്കുളത്തുകാവ് പൊങ്കാല വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. സുധീഷും അജയ്നാഥും വീണ്ടും ചേരുകയാണ്. സുധീഷ്, ഇപ്പോൾ അവിടെ നമ്മൾ തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞു, വലിയ തിരക്കാണ്. ആളുകൾ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ആളുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. പൊങ്കാലയ്ക്കുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പൊങ്കാല 9 മണിക്ക് തുടങ്ങുമെന്നാണ് അറിയുന്നത്. ആളുകളൊക്കെ തയ്യാറായി നിൽക്കുകയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്രീജ. ഏറെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്ന കാഴ്ചയാണ്. ദേവി ഈ ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റും പൊങ്കാല അർപ്പിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും കാണുന്നതിനായി ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ച. ഭക്തി നിർഭരമായ ഏറെ വിശ്വാസ പ്രമാണമുള്ള ഈ ക്ഷേത്രത്തിൽ അത് ഏറെ ഭക്തി നിർഭരമായ കാഴ്ച കൂടിയാണ്. ഇത്തരത്തിൽ നിരവധി സ്ത്രീജനങ്ങൾ പൊങ്കാല അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ പൊങ്കാല നിവേദിക്കുന്നതിനുള്ള ആ സമയം ആഗതമാകുന്നതിനുള്ള കാത്തിരിപ്പിലാണ്. ഇപ്പോൾ ദേവി പുറത്തെഴുന്നള്ളി തന്റെ ഭക്തരെ, തന്നെ കാണാനെത്തിയ മക്കളെ കാണാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ഷേത്ര പരിസരവും അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രം നിൽക്കുന്ന ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ ഉത്സവത്തിനെ അല്ലെങ്കിൽ ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവത്തിൽ ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ് ഈ ഒരു ക്ഷേത്ര പരിസരവും ഈ ചുറ്റുപാടും ഒക്കെ തന്നെ. 9 മണിക്കാണ് ഈ ക്ഷേത്ര ഭണ്ഡാര അടുപ്പിലേക്ക് മേൽശാന്തി അഗ്നി പകരുക. അതോടുകൂടി ഈ വർഷത്തെ ചക്കുളത്തുകാവ് പൊങ്കാല ആരംഭിക്കും. തുടർന്ന് ഭക്തർ അവരുടെ പൊങ്കാല നിവേദിക്കുന്നതിനായി അവർ തയ്യാറാക്കിയ മൺകളങ്ങളിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നു. ഒപ്പം ദേവി ഈ കാണുന്ന പോലെ, ദേവി ഈ കാഴ്ചകളൊക്കെ കാണുന്നത് പോലെ അവരിൽ ഒരാളായി മാറുന്നു. തങ്ങൾക്ക് ചക്കുളത്തുകാവ് അമ്മയ്ക്ക്, ചക്കുളത്തുകാവ് ദേവിക്ക് വിളിപ്പുറത്തമ്മ എന്നൊരു പേര് കൂടി ഉണ്ട്. അത്തരത്തിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ, വിളിച്ചാൽ ഭക്തരുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്ന ദേവി, അത്തരത്തിൽ ആ ഒരു സങ്കല്പത്തോടു കൂടിയാണ് ഇവിടെ ഭക്തർ ഓരോരുത്തരും അവരുടെ ഓരോ ക്ഷേത്ര ആചാരങ്ങളും ഒപ്പം അനുഷ്ഠാനങ്ങളും പൂജകളും മറ്റും ഒക്കെ തന്നെ നടത്തുന്നത്. അത്തരത്തിൽ വളരെ ഭക്തി നിർഭരമായ കാഴ്ചകളാണ് ഇപ്പോൾ ഈ ചക്കുളത്തുകാവ് ദേവി ക്ഷേത്ര പരിസരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ ക്ഷേത്രത്തിലെ ഈ ചക്കുളത്തുകാവ് മഹോത്സവത്തോടനുബന്ധിച്ചു കൂടിയുള്ള പ്രധാന ചടങ്ങ്, അത് വിളിച്ചു ചൊല്ലി പ്രാർത്ഥന എന്നാണ് ആ ചടങ്ങിൽ പറയുന്നത്. ചക്കുളത്തുകാവ് ദേവിക്ക് വിളിപ്പുറത്തമ്മ എന്ന പേര് കൂടി ഉള്ളത് കൊണ്ട് അത്തരത്തിൽ ഒരു വിളിച്ചു ചൊല്ലി പ്രാർത്ഥന കൂടി ഉണ്ട്. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയിലെ കൂടെയാണ് ഈ ഭക്തർ അവരുടെ ആകുലതകളും അവരുടെ വിഷമതകളും ഒക്കെ ദേവിക്ക് മുന്നിൽ അർപ്പിക്കുന്നത്. ഈ ഒരു വർഷക്കാലം അവർക്ക് ഉണ്ടായ പാപങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി അവർ ദേവിക്ക് മുന്നിൽ കൈകൂപ്പുന്നു, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കേൾക്കും, അവരുടെ അമ്മ കേൾക്കും എന്നൊരു വിശ്വാസം ഓരോ ഭക്തരുടെയും, ഓരോ നാനാജാതി മതസ്ഥരായി പങ്കെടുക്കുന്ന ഈ ചക്കുളത്തുകാവ് പൊങ്കാലയുടെ മഹോത്സവത്തിൽ തങ്ങളുടെ അമ്മയ്ക്ക്, ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന നിറയും ആ ഭക്തിയിലൂടെ അവർ ആവാഹിക്കുന്ന ആ ഒരു സുഖം, അത് അവർ പൊങ്കാല കലങ്ങളിലൂടെ പൊങ്കാലയായി ദേവിക്ക് നിവേദിക്കുന്നു. അത്തരത്തിൽ പൊങ്കാല നിവേദിച്ച് ജന്മസായുജ്യം അടഞ്ഞുകൊണ്ടാണ് ആ ഒരു നന്മ അല്ലെങ്കിൽ ആ ഒരു പുണ്യം മനസ്സിൽ ആവാഹിച്ചുകൊണ്ടാണ് ഓരോ ഭക്തരും ഇവിടെ നിന്ന് മടങ്ങുക. അത്തരത്തിലേറെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് ഈ ക്ഷേത്ര പരിസരത്ത് നിന്നും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഈ ഒരു ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിൽ സ്ത്രീ ജനങ്ങളാൽ അവർ തങ്ങളുടെ ദേവിയെ കാണുന്ന ഒരു
ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനുമായി എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ വളരെ തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ഇന്നും ആ തിരക്കിന് ഒട്ടും കുറവില്ല. എങ്കിൽ പോലും കൃത്യമായ ഒരു ഇടപെടലുകളിലൂടെയും മറ്റുമൊക്കെ തന്നെ പോലീസും അത്തരത്തിലുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ ഇക്കാര്യങ്ങളിൽ കൃത്യമായ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നൽകി അവരുടെ സഹായത്തിന് ഒപ്പമുണ്ട്. ഒപ്പം ക്ഷേത്രത്തിൽ നിയോഗിച്ചിട്ടുള്ള വോളണ്ടിയർമാർ ഒക്കെ തന്നെ ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ ഒരു മഹോത്സവം അത് ഓരോ മനുഷ്യരും അവരുടെ ഉള്ളാൽ ഏറ്റെടുത്തുകൊണ്ട് അത് ഉള്ളിലൂടെ നന്മയായി പുറത്തേക്ക് തൂകുന്ന കാഴ്ച അത് 9 മണിയോടുകൂടി സമാഗതമാകും. ക്ഷേത്രത്തിൽ 9 മണിക്കാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുക. ഈ ഒരു പരിസരത്ത് നിന്നും ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റും ഈ ഒരു കാഴ്ചകൾ മനസ്സിൽ നിറയുമ്പോൾ നമ്മളും ഭക്തിയിൽ അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ചക്കുളത്തുകാവിൽ തികച്ചും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഭക്തരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. 9 മണിയോടുകൂടി തന്നെ എന്തായാലും പൊങ്കാല നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ചക്കുളത്തുകാവിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി അമൃത വാർത്തകളിലൂടെ കാണാൻ സാധിക്കും. അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തത്സമയം വാർത്തകൾ വീക്ഷിക്കാം. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. നമസ്കാരം.